ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നത്തെ വീഡിയോയിൽ ക്ലീനിങ്ങും കുക്കിങ്ങും പിന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ മറ്റു മക്കളെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നതൊക്കെയാണുള്ളത്. അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ക്ലീനിങ്ങും കുക്കിങ്ങും ആണെങ്കിലും കൂടി നമുക്ക് സന്തോഷം സമാധാനത്തെ കുറിച്ച് സംസാരിക്കലേ. അപ്പം മിന്നമോട് ഇവിടെ അവൾക്ക് ഇത് യൂണിഫോം അയൺ ചെയ്യാൻ കേട്ടോ. അപ്പം ഞാനിട്ടാൽ ശരിക്കല്ല, അങ്ങനെയല്ല അപ്പം എന്നാൽ ഇടോ എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഞാൻ അത് അവളെ ഏൽപ്പിച്ചാണെങ്കിൽ നമ്മളെ കിച്ചണിലേക്ക് പോകുന്നത്. കിച്ചണിൽ കുറച്ച് ജോലികളുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നു തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് മനസ്സിന് ഒരു സമാധാനം കേട്ടോ അവളെ ആക്കി പോന്നിട്ട്. പക്ഷെ പെട്ടെന്ന് പണിയും കഴിയണം, എല്ലാം ആക്കി വേണം. അതുകൊണ്ട് തന്നെ എനിക്കൊരു സമാധാനം ഇല്ലാതെ കേട്ടോ ഞാൻ നമ്മളെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം കുഴുക്കിൻ്റെ ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകണം. ലഞ്ച് ബോക്സിലെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവൾക്കുണ്ടെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ ഒരു ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ പച്ചമുളകും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടുകാണ്ട് ഒന്ന് വാട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണ്ടോ. പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വന്നതിന് ശേഷം അവളെല്ലാം ചോറൊക്കെ ആക്കി കൊടുത്തിട്ട് ലഞ്ച് ബോക്സിക്ക് ഇട്ട് കൊടുക്കണം. കറിവേപ്പിലും പിന്നെ കറിവേപ്പില നമുക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ഞാൻ ടേസ്റ്റ് വേണ്ടി ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കേറിയ ഈ ലോകത്ത് പലപ്പോഴായിട്ട് നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ, അതാണ് സന്തോഷവും സമാധാനവും. ഈ കുറച്ച് നേരം നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കട്ടോ. പിന്നെ നമ്മൾ എന്തിനാണ് വലിയൊരു സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോൾ കാണുന്ന വെളിച്ചം, വീട്ടിലെ ചായയുടെ മണം, മക്കളുടെ ചിരി, ഇതിലൊക്കെ വലിയൊരു സന്തോഷമുണ്ട്. നമ്മുടെ ദിവസത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ അത് അവൾ അയൺ ചെയ്തിട്ടില്ലേ, യൂണിഫോം ആട്ടോ, ബാഗൊന്നും കോട്ടൊന്നും അയൺ ചെയ്ത് നന്നായിട്ടൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. അവൾക്ക് തന്നെയാണ് കൊടുത്താന്ന് അവൾക്ക് തന്നെയാണ് സമാധാനിക്കണം വിചാരിച്ച് അവളുണ്ട് ഏൽപ്പിച്ചു. അവൾക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനും നോക്കിയതാണ്. അപ്പോൾ ഫുഡ് അവൾക്കുള്ളത് ആയി കൊടുത്തിട്ട് അപ്പോഴേക്കും ആക്കി ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി മദ്രസ ഉണ്ടാകും. സന്തോഷം ഉണ്ട്, ചിലപ്പം മനസ്സമാധാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ മനസ്സമാധാനം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അത് രണ്ടും കൂടി കിട്ടുമ്പോൾ രണ്ടും കൂടി കിട്ടും, മനസ്സമാധാനവും എല്ലാം കിട്ടുമ്പോൾ നമുക്ക് ഒരു ശരിക്ക് അങ്ങനെ അവർക്കുള്ള ഫുഡാക്കി കൊടുത്തിട്ട് മദ്രസ ഇട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനില്ല സ്നാക്സ് അവനില്ല ചായയും കടയൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അവന് ഈ ഒരു അപ്പം വേണ്ട, ഇത് ദോശ ഉണ്ടോ, ഉഴുന്ന് ദോശയാണ്, അപ്പോൾ ഇത് വേണ്ട അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്നൊക്കെ ആക്കി കൊടുക്കും. കുറച്ച് ചെറുതായിട്ട് കഴിഞ്ഞിട്ട് ഇത് അവൻ്റെ സ്നാക്സ് ബോക്സ് കണ്ടോ. അവന് ഇപ്പം കഴിക്കാൻ മദ്രസ ഇട്ടന്നേരം കഴിക്കാൻ പറ്റില്ല, കറിക്ക് ഒഴിച്ച് കൊടുത്താൽ ഇതായി കേട്ടോ. ഇങ്ങനെ വേണ്ട അങ്ങനെ പറയാം. അങ്ങനെ നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ കുഞ്ഞാണെങ്കിൽ കേട്ടോ. അപ്പോൾ അവൻ്റെ ഇതിലേക്ക് ഞാൻ സ്നാക്സിക്ക് അതിന് കറി ഇങ്ങനെ കൂട്ടാനും കൊടുക്കട്ടോ. അത് കൊടുക്കുക എന്നല്ലാതെ കൊടുത്ത് വിടുക എന്നല്ലാതെ കഴിക്കാനല്ല കേട്ടോ. അപ്പോഴും എൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. കൊടുത്താൽ പിന്നെ ഞാൻ ഒന്ന് ബാഗ് തപ്പി വെക്കുമ്പോൾ വൈകുന്നേരം അതുപോലെ തന്നെ ഉണ്ടാവും. ഇതെന്താ അവൻ കാണാനായിട്ട് അറിയില്ല, അവനൊരു കൂട്ടില്ല. അപ്പോൾ അവൻ്റെ ഇതിലേക്ക് ഞാൻ ബോട്ടിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏതാ വെള്ളം വെച്ചാൽ എന്താ പറയുക, കരിങ്ങാലിന്നൊക്കെ പറയില്ല, ആ വെള്ളമാണിട്ടത് ഉള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ കുടിക്കും ചെയ്യും. പിന്നെ സ്കൂൾക്കൊക്കെ തിളപ്പിച്ചാറിയ വെള്ളം മതി കൊടുത്ത് വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ തിളപ്പിച്ചാറിയ വെള്ളം അവർ കുടിക്കൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഈ കരിങ്ങാലിയാകുമ്പോൾ കുടിച്ചോളല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് അതിട്ട് തിളപ്പിച്ച വെള്ളമായിട്ട് ഞാൻ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കില്ല. അതാകുമ്പോൾ അവർ കുടിക്കും ചെയ്യും, അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അധികം ആക്കി കൊടുക്കരുത്, കുറച്ച് ഇതിട്ടുകാണ്ട് ഞാൻ അങ്ങനെ കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു പോട്ടതാ. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോക്ക് വേണ്ടി കുറച്ച് കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കൂടില്ല, അങ്ങനെയൊക്കെയാണ്. അതൊരു സമാധാനം നഷ്ടപ്പെടുത്തുന്ന സംഗതി കേട്ടോ. ഇത് കുറച്ച് കാലം ഇങ്ങനെ വെച്ചിരുന്നാൽ ഇങ്ങനെ ഹോളൊക്കെ വരും, പിന്നെ ആകെ ബുദ്ധിമുട്ടാവും. ഇതിപ്പം നമ്മൾ ഈ പോട്ടിന് അറിയില്ലല്ലോ ഹോളാകുന്നില്ലത് കാര്യങ്ങൾ. ഫോട്ടോ ഇവിടെ കഴുകാനായതെന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ അവർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് നേരെ ഇതാക്കിയതാണ്. അങ്ങനെ കേൾക്കാൻ കുറച്ചിങ്ങനെ മടിച്ച് നിന്നെങ്കിൽ എനിക്കിപ്പോൾ അവിടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നതിൽ അവസ്ഥയിലായിട്ടോ. പിന്നെ ഏതായാലും വീഡിയോക്ക് വേണ്ടിയിട്ട് വന്നപ്പോൾ ഈ കേൾക്കലും ആയി, നമുക്ക് വീടെടുക്കലായി വിചാരിച്ച് വന്നത്. പിന്നെ 2 ചവിട്ടികൾ ഉണ്ടായിട്ട് കഴുകാനും, ചവിട്ടികളും പിന്നെ വീതരം കൗണ്ടർ ടോപ്പ് തുടക്കുന്ന കഷ്ണം അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊന്നും ഞാൻ തലേന്ന് ഒരു പരിപാടി ഉണ്ടായിട്ടോ, ഒരുപാട് അടുത്തൊരു പാർട്ടി ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയിട്ട് പിന്നെ അതും ഇങ്ങനെ കേൾക്കാതെ ഞാൻ ബക്കറ്റ് ആക്കി വെച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് വാഷ് ചെയ്ത് പിന്നെ ബ്രഷൊക്കെ ഇട്ട് വരച്ച് ഞാൻ
അവിടെ കേക്ക് തോരക്കിട്ടിട്ടുണ്ടോ. പിന്നെ ബാക്കി കുറച്ച് മുറ്റ അടിച്ചു വരാനുണ്ട്, വല്ലാതെ ഇലകളൊന്നും ഇല്ല. ഏതായാലും പുറത്തിറങ്ങി പിന്നെ മഴത്തൊക്കെ ആകുമ്പോൾ മടിയാണ്. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഇതൊക്കെ ഉണ്ടാവും. എന്നാലും മുറ്റം കാണുന്നതിനനുസരിച്ച് അടിച്ചു വാരും അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പം അങ്ങനെ കുറച്ച് ഇങ്ങനെ രണ്ട് എന്തെങ്കിലുമൊക്കെ ഇത് കണ്ടാൽ അത് ഭയങ്കര സങ്കടം ഉണ്ടോ, സമാധാനം നഷ്ടപ്പെടുന്ന. അപ്പം നമുക്ക് സമാധാനത്തിന് സന്തോഷമുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്താണ്ട് അടിച്ചു വരി കഴിഞ്ഞു വായിച്ചിട്ട് നമുക്ക് റാഹത്തായിട്ടുണ്ട്. അത് ഒന്നാമത് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടില്ല. അപ്പം അങ്ങനെ ഒരു സമാധാനം. വീട് വൃത്തിയായി കാണുമ്പോൾ നമ്മളെ തറ അടുക്കള പിന്നെ എല്ലാം ഇതൊക്കെ വൃത്തിയായി കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നതാണ് ഒരു സമാധാനം. അപ്പം നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നെ സന്തോഷം പിന്നെ സമാധാനം കിട്ടാത്ത വേറെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ആ വഴിക്കൊക്കെ ചിന്തിച്ചാൽ എനിക്കൊന്നും തീരെ സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ വഴിക്കൊന്നും ഞാൻ ആലോചിക്കാനേ പോകില്ല. അങ്ങനെ നിന്നാൽ ഉണ്ടല്ലോ തീരെ സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ സന്തോഷമൊക്കെ ഞാൻ തന്നെ എങ്ങനെയെങ്കിലും കണ്ടെത്തി ആ സമാധാനം ഇല്ലാത്ത അവസ്ഥയൊക്കെ എന്നാണ്ട് ഞാൻ മറന്നു പോകും. എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഞാൻ പല വീഡിയോയിലും കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗം ചിന്തിക്കാൻ പോകില്ല. നമ്മൾ കാര്യമോ ഇതിലൊക്കെ വീഡിയോ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മതപരമായിട്ടൊക്കെ പറയുമ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം മുൻപെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചാൽ ദൃഷ്ടാന്തമാകൂലുണ്ടാകുക, മനസ്സമാധാനം ഉണ്ടാകൂല. പിന്നെ മനസ്സമാധാനമല്ല ദൃഷ്ടാന്തമല്ല ഉണ്ടാകുക. ചിന്തിച്ച് ലാസ്റ്റ് നമ്മളെ ബുദ്ധി എന്താ പറയുക, ബുദ്ധി മറിഞ്ഞു പോയി ലാസ്റ്റ് മാനസിക ആയി വല്ലത്. അപ്പം അത്ര കൂടുതൽ കാര്യങ്ങളൊന്നും മതത്തെക്കുറിച്ച് അധികം ഒരു നിരീശ്വരവാദി ചിന്തിച്ചാൽ അതൊക്കെ ഉണ്ടാകട്ടോ. അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുക്കാതിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ശരിയല്ലേ. ഒരു നല്ല വഴിക്ക് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കട്ടോ. അങ്ങനെ മുറ്റടിച്ചാലും നമ്മളെ പോട്ട് കഴുകലൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാൻ നമ്മളെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ കഴിക്കാനിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പുറത്ത് കറങ്ങിയത്. പിന്നെ മക്കളെയൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഞാൻ പോട്ടൊക്കെ കഴുകി വെക്കാം, വീടെടുക്കലായി വിചാരിച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ടൊന്നും നമ്മളെ സിങ്കിൻ്റെ ആ ഏരിയക്കൊന്നും തിരിഞ്ഞ് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് നമുക്ക് ഇനി അടുത്ത പണി കുറച്ച് കിച്ചണിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. സാമ്പാർ കറി ഇതൊക്കെ ഉണ്ടാക്കാനുണ്ട്. അതൊക്കെ പിന്നെ ഉമ്മ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഇതേമാതിരി ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ വെച്ചിട്ട് ബീട്രൂട്ട് മുരിങ്ങയിലേക്ക് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കഥകൾ. അപ്പോൾ അടുത്തത് പിന്നെ നമ്മളെ നമുക്ക് ഒരുവിധം പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് എല്ലാം കഴുകി കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് സമാധാനത്തിൽ ഇരിക്കാറുണ്ട്. അപ്പോൾ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മനസ്സമാധാനം എന്നത് ബാഹ്യമായ ഒന്നിനെയല്ല ആശ്രയിച്ചിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുമായും നമ്മളെ താരതമ്യം ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. നമുക്കുള്ളിൽ സംതൃപ്തരാകുന്ന എന്നൊരു വലിയ പാഠമാണ് കേട്ടോ ഞങ്ങൾക്ക് തന്നത്. അപ്പം വീട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ വാക്കുകൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള റിപ്ലൈ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഏരിയ ബ്രഷ് ഇട്ടൊക്കെ കഴുകി കേട്ടോ. അപ്പോൾ കുറച്ച് ചെറുതായിട്ടും ഇതൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ ക്ലോറക്സ് ഒക്കെ ഇട്ടുകൊണ്ട് കഴുകിച്ചാലും പെട്ടെന്ന് കറിയും ഇതൊക്കെ പോകട്ടെ, കരിമ്പരി ഇതൊക്കെ പോകും. നമ്മൾ വാഷ് സിങ്കില്ലേ, വാഷ് ബേസ് അല്ല സിങ്കും ഇതൊക്കെ ഇതാക്കി വെച്ച് അതാക്കട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഇതാക്കിയിട്ടില്ല. 2 ദിവസം കൂടുമ്പോൾ ഞാൻ ക്ലോറക്സ് ഇട്ടൊക്കെ ഒന്ന് വരച്ചെടുക്കട്ടോ. എപ്പോഴാണോ അതിന് കാണുന്നത് വെച്ചാൽ അപ്പോൾ ക്ലോറക്സ് ഇട്ടതാവട്ടോ. ക്ലോറക്സിൻ്റെ വാസന വലിയ സുഖം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഇട്ട് കഴുകട്ടെ. പക്ഷേ കഴുകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്തെങ്കിലും കൈമല കാവാതെ നോക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാടുകളായിട്ട് വരും, അല്ലെങ്കിൽ വെള്ളപ്പാട്ട് എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ വരാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയി മാറിയൊന്നുമില്ല അവസ്ഥയാകും കേട്ടോ. അപ്പോൾ നമ്മളെ ബീട്രൂട്ട് തോരൻ ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് ആൻഡ് മുരിങ്ങ തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ലൈവ് സ്ട്രീമിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ലൈവാണ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അന്ന് ലൈവൊക്കെ ഇതായിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ പോയി കാണട്ടോ. പിന്നെ സാമ്പാർ കറി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴിതാ പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ആ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. അത് ഓരോ പ്രശ്നവും നമുക്ക് പുതിയൊരു പാഠം നൽകുന്നു. പിന്നെന്താ പറയാനുള്ളത്, തളരാതെ പുഞ്ചിരിയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് നോക്കട്ടെ, ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മളിങ്ങനെ ടെൻഷനായി ഇങ്ങനെ ഇരുന്നാലും ഇല്ലാതെ പിരിമുറുക്കൊക്കെ വരും. അപ്പോൾ അതൊന്നും വേണ്ടട്ടോ. ആ ഭാഗ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാനെങ്കിൽ എൻ്റെ മനസ്സിൽ കുറേ സമാധാനക്കേടും ഇതൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ മറന്നു പോകും കേട്ടോ. സമാധാനമില്ല, ഇതൊക്കെ മറന്നു പോകും. അങ്ങനെ സന്തോഷത്തിൽ തന്നെ എത്തും. അപ്പം അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ആകുമ്പോൾ എനിക്ക് ചിന്തിച്ചിരിക്കാനും ഇതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ടൈമും കിട്ടാറില്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. പിന്നെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവരുടെ കയ്യിലാവും പോകണം. പിന്നെ അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് ഇതാവട്ടോ. അപ്പോഴിതാ ഞാൻ വൈകുന്നേരമായിട്ട് അങ്ങനെ
വൈകുന്നേരം അപ്പം ഇവർക്കുള്ള ചായ ഉണ്ടാക്കണം. കുറച്ച് ഉഴുന്ന് ദോശൻ്റെ മാവുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചായയും കടി കൊടുത്ത പിന്നെ സാമ്പാർ കറിയൊക്കെ ആയി അവർ കൂട്ടും ചെയ്തോളൂ. അപ്പോൾ ഉച്ചക്കത്തെ സാമ്പാറും ആക്കി ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഞാൻ സ്കൂൾ തന്ന ചോദ്യം എന്താ വരുന്നത്, എന്താ ചായക്കെന്താ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ സമാധാനം അവിടെയും പോയി. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ഒക്കെ ചെയ്യാനുള്ളത്. അപ്പം ദോശ ചുട്ടെടുക്കുകയാണ്. സന്തോഷമൊക്കെ ആയി വരുമ്പോൾ സന്തോഷമൊക്കെയാണ് വിചാരിച്ചു കൊടുപ്പിക്കുക. അപ്പോൾ എന്താ അതുണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനം കളയുന്ന അവസ്ഥയിലാണ് കേട്ടോ ഇത് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ ശരിയാവും ചെയ്യും, ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് കിടക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും. അപ്പം നമ്മൾക്ക് ഏറ്റവും വലിയൊരു പ്രാധാന്യം വെച്ചാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മറന്നു പോകുന്നു. നിങ്ങളെ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പം നിങ്ങളുടെ നമ്മുടെയൊക്കെ കഴിവുകളെ നമ്മളെ കഴിവുകളെ നമ്മൾ വിശ്വസിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നമ്മൾ തന്നെ തുടങ്ങണം കേട്ടോ. നമ്മളിലൊക്കെ തന്നെ തുടങ്ങണം. അപ്പോൾ അത് ഞാൻ ഉപദേശിക്കാനും പറഞ്ഞുതരാനൊന്നും ആരും അല്ല, എന്നാലും എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാൻ മാത്രം കേട്ടോ. അപ്പോൾ പറയാനുള്ളത് ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. അത് പിന്നെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തു നോക്കട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരു ഊർജ്ജം നൽകിയെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നേരമായിട്ടുള്ള നിങ്ങൾക്ക് സ്നാക്സ് ഇതൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് കമൻറ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കും. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞുതരട്ടോ. അപ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.